ദഹനകാലം 6-ാം ഞായർ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 22 മുതൽ 31 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. സ്വയം അഭിമാനിക്കാൻ നമ്മിലെന്തുണ്ട് എന്ന ചോദ്യത്തിനുത്തരമാണ് സ്നാപയോഹന്നാൻ. ജനമധ്യത്തിൽ അവൻ എല്ലാമായിരുന്നു. എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലെന്ന് കരുതുന്നതിന് വലിയ എളിമ വേണം. സ്വയം ചെറുതാക്കലാണ് ഏറ്റവും വലിയ വലുതാകൽ എന്ന പാഠമാണ് നമുക്കിന്ന് ലഭിക്കുന്നത്. ഇത് ലോകത്തിന്റെ ഭാഷയല്ല. ലൗകിക മനസ്സർക്ക് മനസ്സിലാവുകയുമില്ല. ട്രാൻസാക്ഷണൽ അനാലിസിസിന്റെ ഉപജ്ഞാതാവായ മനഃശാസ്ത്ര വിദഗ്ധൻ തോമസ് ആന്റണി ഹാരിസ് 1967 എഴുതിയ ഐ ആം ഓക്കെ യു ആർ ഓക്കെ എന്ന വിശ്വപ്രസിദ്ധമായ പുസ്തകത്തിൽ ഞാനും ശരിയാണ്, നീയും ശരിയാണ് എന്ന് പറയാൻ കഴിയുന്നതാണ് നല്ല വ്യക്തിത്വത്തിന്റെ ലക്ഷണമെന്ന് അവതരിപ്പിച്ചുകൊണ്ടാണ്. 4 തരം വ്യക്തിത്വങ്ങളെയാണ് ആ പുസ്തകത്തിൽ അദ്ദേഹം അപഗ്രഥിക്കുന്നത്. അവ: നീ ശരി, ഞാൻ തെറ്റ്; ഞാൻ ശരി, നീ തെറ്റ്; ഞാൻ തെറ്റ്, നീയും തെറ്റ്; ഞാൻ ശരി, നീയും ശരി എന്ന 4 നിലപാടുകളാണ് മനുഷ്യ വ്യക്തിത്വങ്ങൾ കാണുക എന്നാണ് അദ്ദേഹം പറയുന്നത്. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം എന്ന സ്നാപയോഹന്നാന്റെ വാക്കുകൾ അവൻ ശരി, ഞാൻ തെറ്റ് എന്ന നിലപാടാണെന്ന് പറയാം. എന്നാൽ യേശു അവനെക്കുറിച്ച് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപകനേക്കാൾ വലിയവനില്ല എന്നത് നീ ശരി, ഞാനും ശരി എന്ന നല്ല വ്യക്തിത്വത്തിന്റെ നിലപാടാണ്. ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എന്റെ അടുത്തേക്ക് വരുന്നുവോ എന്നതും നീ ശരി, ഞാൻ തെറ്റ് എന്ന യോഹന്നാന്റെ വ്യക്തിത്വഭാവമാണ്. യേശു പറഞ്ഞു, ഇപ്പോൾ ഇത് സമ്മതിക്കുക, അങ്ങനെ സകല നീതിയും പൂർത്തിയാക്കുക എന്നത് യു ആർ ഓക്കെ എന്ന നിലപാടാണ്. വീശുമുറം അവന്റെ കയ്യിലുണ്ട്. അവൻ കളം വെടിപ്പാക്കി ഗോതമ്പ് അറപ്പുരയിൽ ശേഖരിക്കും, പതിര് കെടാത്ത തീയിൽ കത്തിച്ചു കളയുകയും ചെയ്യും എന്ന യോഹന്നാന്റെ യു ആർ നോട്ട് ഓക്കെ എന്ന നിലപാടിന് ഉത്തരമായി മാനസാന്തരപ്പെട്ട സക്കേവൂസിനോട് ഇന്ന് ഈ ഭവനം രക്ഷ പ്രാപിച്ചിരിക്കുന്നു എന്നും കല്ലെറിയാൻ കൊണ്ടുവന്നവളെ നോക്കി പൊയ്ക്കൊള്ളുക, മേലിൽ പാപം ചെയ്യരുത് എന്ന് പറയുന്നതും, ഒപ്പം കുരിശിലേറ്റിയവനെ നോക്കി നീ ഇന്ന് എന്നോടുകൂടെ പറുദീസായിലായിരിക്കും എന്ന് ഉദ്ഘോഷിക്കുന്നതും, കുരിശിൽ കിടന്ന് കഠോരവേദന അനുഭവിക്കുമ്പോൾ പിതാവേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവർ അറിയായ്കകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്നൊക്കെയുള്ള യേശുവിന്റെ സുവിശേഷത്തിലെ നിലപാടുകൾ ഐ ആം ഓക്കെ യു ആർ ഓൾസോ ഓക്കെ എന്നതാണെന്ന് സുവ്യക്തമാണല്ലോ. അന്നുവരെ അഗോചരനെന്നും അസ്പർശ്യനെന്നും കരുതപ്പെട്ട പഴയ നിയമത്തിലെ യു ആർ നോട്ട് ഓക്കെ എന്ന ദൈവിക കാഴ്ചപ്പാടിനെ തിരുത്തി ദൈവത്തെ നമ്മുടെ പിതാവെന്ന് വിളിക്കാനും നാം ഒക്കെ ആ പിതാവിന്റെ മക്കളാണെന്നും അവൻ നമ്മെ പഠിപ്പിച്ചു. സ്വർഗത്തിൽ നിന്നും വന്നവനായതിനാൽ അവന്റെ കാഴ്ചപ്പാടുകൾ എല്ലാവർക്കും ഉപരിയാണ്. മനുഷ്യന്റെ കാഴ്ചപ്പാടുകൾ ദൈവത്തിന്റെ കാഴ്ചപ്പാടുകളുമായി ആകാശവും ഭൂമി എന്ന പോലെ വ്യത്യസ്തമാണ്. സ്വർഗത്തിൽ അവൻ കണ്ട കാര്യങ്ങളും ചിന്തകളുമാണ് ലോകത്തിൽ അവൻ സാക്ഷ്യപ്പെടുത്തുന്നത്. എങ്കിലും അവന്റെ സാക്ഷ്യം ആരും സ്വീകരിക്കുന്നില്ല. അവൻ എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചമായിരുന്നു. ലോകം അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു, പക്ഷേ ലോകം അവനെ അംഗീകരിച്ചില്ല. അവൻ സ്വജനത്തിന്റെ അടുത്തേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. അവനെ സ്വീകരിച്ചവരിൽ പ്രഥമസ്ഥാനം അലങ്കരിക്കുന്നത് സ്നാപയോഹന്നാനാണ്. യോഹന്നാന്റെ രീതികളും പ്രഭാഷണവും രൂപവും ഭാവവുമൊക്കെ കണ്ടപ്പോൾ അവനാണ് വരാനിരിക്കുന്നവൻ എന്ന് ജനം തെറ്റിദ്ധരിച്ചു. അവന്റെ വാക്കുകൾ കേൾക്കാൻ അവർ അവന് ചുറ്റും ഓടിക്കൂടി. എന്നാൽ വരാനിരിക്കുന്നവന് മുമ്പ് ദൈവം അയച്ച ഒരുവനായിരുന്നു അവൻ. അവൻ സാക്ഷ്യത്തിനായി വന്ന് വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ, അവൻ വഴി എല്ലാവരും വിശ്വസിക്കാൻ. അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ വന്നവനാണ്. ഞാൻ കുറയുകയും അവൻ വളരുകയും ചെയ്യുക എന്നതിന് സ്വയം ഇല്ലായ്മ ചെയ്യുക എന്നതിനേക്കാൾ മറ്റൊരർത്ഥം കൂടിയുണ്ട്. ഇനി ക്രിസ്തുവിന്റെ കണ്ണുകൾ, കൈകൾ, കാലുകൾ എല്ലാം എന്റെ കണ്ണുകളും കൈകളും കാലുകളുമാകണം എന്ന് ചുരുക്കം. ഇനി ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്ന പൗലോസ്ലീഹായുടെ ഉൾവിളി ക്രിസ്തു വ്യക്തിത്വത്തിലേക്ക് മനുഷ്യാത്മാവ് വന്നു ചേരുമ്പോൾ ഉണ്ടാവുന്ന ഒരനുഭവമാണ്. ദൈവത്തിന്റെ മക്കളാവുക എന്നത് രക്തബന്ധത്താലുള്ളതല്ല, ആത്മീയ തലത്തിലുള്ള ഒരു ബന്ധമാണ്. ഒരിക്കലും വേർപെടുത്താനാവാത്ത ഒരു ബന്ധം. രക്തബന്ധങ്ങൾ അകന്നുപോകാം, മറന്നുപോകാം. എന്നാൽ പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല എന്ന വാഗ്ദാനം ഈ ആത്മബന്ധത്തിൽ നിന്ന് ഉത്ഭൂതമാകുന്ന ഒന്നാണ്. അങ്ങയിൽ വലയം പ്രാപിക്കുന്നവരെ എന്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കും എന്ന വിശുദ്ധ അഗസ്റ്റിന്റെ വിലാപം ദൈവവുമായുള്ള പാരസ്പര്യത്തിലേക്കുള്ള അഭിവാഞ്ഛയാണ്. എത്ര ആഴമുള്ള മനുഷ്യബന്ധങ്ങളും ബന്ധനങ്ങളാകാം.
എന്നാൽ ദൈവത്തോട് വലയം പ്രാപിക്കുന്ന ആത്മാവ് ആത്മസന്തോഷവും സ്വാതന്ത്ര്യവും അനുഭവിക്കും. അത് നിത്യമായിരിക്കും, നിത്യജീവൻ നൽകുന്നതുമായിരിക്കും.